ഗായ്സ്, ഞാൻ റഹ്മാൻ പൊന്നാനി. നമ്മളിന്ന് വന്നിട്ടുള്ളത് പൊന്നാനി ഒരുപാട് ചരിത്രങ്ങളുള്ള നാടാണ്. അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. കേരളത്തിൻ്റെ പുറത്തുള്ള അറബികൾക്ക് വരെ അറിയാം. ആ ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പൊന്നാനി അങ്ങാടി ഭാഗത്തൊക്കെ ഒരുപാട് പഴയ പേര് കേട്ട തറവാടുകളൊക്കെ, ചിലതൊക്കെ പൊളിച്ച് പുതുതായി വീടുകളൊക്കെ പണിതിട്ടുണ്ട്. എന്നാലും ഒരുപാട് തറവാട് ഇപ്പോഴും അതുപോലെ ഉണ്ട്. അതുപോലെ പൊന്നാനിയിൽ പൊന്നാനി മുനിസിപ്പാലിറ്റി തന്നെ എത്ര പള്ളിയുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിനോട് ബന്ധപ്പെട്ട് തന്നെ പള്ളിക്കുളം എന്നൊരു കാര്യം കൂടി അതിൽ വരുന്നുണ്ട്. പുത്തംകുളം, ജുമായത്ത് പള്ളിക്കുളം, ഹാവിക്കുളം, ചുള്ളിക്കുളം, പിന്നെ കോടതിൻ്റെ അവിടെ ഒരുപാട് കുളങ്ങൾ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റിയത് മാപ്പിള പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ പൊന്നാനി ജുമായത്ത് പള്ളിയും പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭയും MAUP സ്കൂളൊക്കെ ഇതിൻ്റെ ഒരു സെൻട്രലായിട്ടാണ് ജുമായത്ത് പള്ളി കുളം നിൽക്കുന്നത്. കുട്ടിക്കാലത്തൊക്കെ അവിടെ പഠിക്കാൻ സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് പറയും. ഇന്നിപ്പം പുതിയ തലമുറ അത് കണ്ടിട്ടുണ്ടാവില്ല. മൗനത്തിൽ ഇസ്ലാം സഭ നിൽക്കുന്ന ഗേറ്റിൻ്റെ മുമ്പിൽ തന്നെ ഒരുപാട് മാവിൻ്റെ മരങ്ങളുണ്ടായിരുന്നു. മാങ്ങെല്ലാം ഭയങ്കര വലുതാണ്, തൂങ്ങി നിൽക്കുന്നുണ്ടാവും. വീട്ടിൽ നിന്ന് പറയും കല്ലെറിയാൻ പാടില്ല, താഴെ വീണത് എടുക്കാൻ പാടില്ല, ഭയങ്കര ശിക്ഷയാണ് ആലേക്കെന്ന്, അവിടുത്തെ സാധനം എടുക്കാൻ പാടില്ല. സത്യത്തിൽ ഇസ്ലാമികപരമായിട്ട് അന്നും ഇന്നും സംഗതിയൊക്കെ തന്നെയാണ്. ഒരാളനുവാദം ഇല്ലാതെ എടുക്കാനും പാടില്ല. എന്നാലും കുട്ടികളല്ലേ, ഒക്കെ അതില്ലാത്ത പ്രായത്തിലൊക്കെ മാവിൻ്റെ കല്ലെറിയലും കുടിക്കലും ഇപ്പോഴും ഇടയ്ക്കൊക്കെ പലയിടത്തും കണ്ടുവരാറുണ്ട്. എന്നാൽ അത്ര ഭയഭക്തിയോട് കൂടിയിട്ടാണ് അന്നത്തെ തലമുറ അതിനൊക്കെ കണ്ടിരുന്നത്. പക്ഷെ അന്ന് തൊട്ടിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ ജുമായത്ത് പള്ളിക്കുളം എന്ന് പറയുമ്പോൾ നല്ല സീറ്റും കാര്യങ്ങളും. ഇപ്പോഴാണല്ലോ മൊബൈലും കാര്യങ്ങളൊക്കെ. അന്ന് തെക്കാപ്പുറം പോലെ പല സ്ഥലത്തും വൈകുന്നേരം ഒരു 5 മണിക്ക് റേഡിയോ വെച്ചിട്ടുണ്ടാവും പഞ്ചായത്തിൻ്റെ ഭാഗമൊക്കെ. അവിടെ വാർത്ത കേൾക്കാനും അതിനൊക്കെ ആളുകൾ കൂടുന്നതാണ്. ആ ജുമാഅത്ത് പള്ളിക്കുളത്തിലെ സീറ്റ് മൊത്തം എത്ര തലമുറ അവിടെ ഇരുന്നിട്ടുണ്ടാവും. എൻ്റെ കുട്ടിക്കാലം വെച്ചിട്ട് അതുപോലെ ഇപ്പോൾ എൻ്റെ ഏജിൽ നിൽക്കുന്ന എത്രയോ ജനങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പൊന്നാനിയിൽ. എത്രയോ നമ്മൾ കണ്ട ആളുകൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ജാതി മത വ്യത്യാസമില്ലാതെ ഇപ്പോഴും അവിടെ ആളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പൊന്നാനിൻ്റെ ദേശീയപ്പം മുട്ടപ്പത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് ശനി ഞായറാഴ്ച ഒക്കെ ഒരുപാട് ഫാമിലി പുറത്തുനിന്നൊക്കെ വന്നിട്ട് അവിടെ മുട്ടപ്പത്തിരിയും ബീഫൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇരുന്നിട്ടൊക്കെ കഴിക്കുന്നതൊക്കെ കാണാൻ വളരെ തിരക്കായിട്ടൊക്കെ ദിവസങ്ങളൊക്കെ വളരെ ജനങ്ങൾ കൂടിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പള്ളിക്കുളം എന്ന് പറയുന്ന ജുമാഅത്ത് പള്ളിക്കുളം എന്ന് പറയുന്ന സംഗതിയൊക്കെ ഇപ്പോൾ ഒരുപാട് കേടുപാട് പിടിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളൊക്കെ വാപ്പ വല്യാപ്പന്മാരെക്കാൾ ഇരുന്ന സ്ഥലമാണിത്. വൈകുന്നേരം വെയിലൊക്കെ പോയി വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ഇശാ നമസ്കാരത്തിന് വരെ ആൾക്കാർ ഒരുപാടുണ്ടാവും. അപ്പോൾ പള്ളിയിലൊക്കെ കയറിയതിന് ശേഷം പിന്നെ ഒരുപാട് വൈകി അവിടെ ഇരുന്ന് കഥ പറയുന്ന കുറേ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര സജീവമല്ല. ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് സംഗതികളൊക്കെ പല നാട്ടിലും ലോകത്ത് പല ഭാഗത്തും പഴമ നിലനിർത്തുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. അതുപോലെ പൊന്നാനിയിലുള്ള പല കുളങ്ങളും അതാത് വാർഡ് അനുസരിച്ചിട്ട് ഓരോരുത്തർ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അതിന് മുന്നിട്ടിറങ്ങി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ട്
ജുമാഅത്ത് പള്ളി കുളം അവിടെ മൊത്തത്തിൽ അത് പോയി കിടക്കുകയാണ്. ഇരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇന്നലെ 2 ദിവസം മുമ്പോ അവിടെ മത്സ്യമൊക്കെ പിടിക്കാൻ വേണ്ടി ആളുകളൊക്കെ വന്നിരുന്നു. അവരാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, പൊന്നാനി ജുമാഅത്ത് പള്ളി കമ്മിറ്റി ചിലപ്പം സാമ്പത്തികമായോ അല്ലെങ്കിൽ അവർക്ക് എന്തോ അറിയാത്ത വിഷയത്തിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും അറിയാത്തൊരാളെ പോലെ ഞാനും പറയുന്നു, എന്തുകൊണ്ടാണ് പള്ളി കമ്മിറ്റി അതിന് മുൻകൈ എടുക്കാത്തത്? അല്ലെങ്കിൽ പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭ എന്തുകൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും കഴിയാവുന്ന പറ്റും ഇതൊക്കെ ചെയ്യാൻ, അവരും അതിൽ മുൻകൈ എടുക്കുന്നില്ല. എന്നാൽ പിന്നെ അവർ പോട്ടെ. UAE ദുബൈയിലൊക്കെ പൊന്നാനിക്കാരെ സംഗമം ഉണ്ടായിരുന്നു. അതിനുള്ള അർഹതപ്പെട്ട സംഘടന പേര് പറയണ്ട, വലിയ വലിയ സംഘടനകളൊക്കെ പൊന്നാനിക്കാർ ഒത്തുകൂടിയ ഒരു സംഗമം നടന്നു. സലാലയിലും നടന്നു ഇപ്പോൾ പൊന്നാനിക്കാരെ സംഗമം. അതുകൂടാതെ ജുമാഅത്ത് പള്ളിക്കുളത്തിൻ്റെ അവിടെ കുറച്ച് അറിയപ്പെടുന്ന വ്യക്തികളൊക്കെ കൂടിയിട്ട് തൗദാരം എന്ന് പറഞ്ഞിട്ട് ഒരു പേരൊക്കെ കൊടുത്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നല്ലതാണ്. അതിൽ ഞാൻ അറിയുന്ന ഒരുപാട് പേരുണ്ട്. അവർ അവിടെ ഇരുന്നിട്ടാണ് ഈ സംസാരങ്ങളൊക്കെ സംസാരിച്ചതും ചാനലിൽ വന്നതൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ആരും ഇതിനൊരു മുൻകൈ എടുക്കാത്തത്? ജുമാഅത്ത് പള്ളി അങ്ങനെ പോട്ടെ, മൗനത്തിൽ ഇസ്ലാം സഭ അവർ എന്തോ കാരണം അറിയില്ല, പള്ളി കമ്മിറ്റിക്ക് അതിൻ്റെ പരിധി അറിയില്ല. അപ്പോൾ ഈ ദുബായിൽ UAEയിലും അതുപോലെ തന്നെ ഗൾഫ് GCC മൊത്തം പല സംഘടനകളും ഉണ്ട് പൊന്നാനിക്കാരായിട്ടുള്ള. എന്തുകൊണ്ട് ഈ ജുമാഅത്ത് പള്ളിക്കുളം ഒന്ന് നമുക്ക് ഉഷാറാക്കി എടുക്കാം? അതിൻ്റെ കമ്പടം മറ്റുള്ള എല്ലാം അതിലൊക്കെ പൊളിഞ്ഞ് ആകാലാക്കായിട്ടുണ്ട്. അതൊന്ന് നിലനിർത്തുക, അതൊന്ന് അടിപൊളിയാക്കുക. നമ്മളെ കാരണന്മാരൊക്കെ ഇരുന്നതാണ്, അത് തുടർന്ന് പോകണം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിൽ ഒരു കമ്മിറ്റി ഇതിന് വേണ്ടിയിട്ട് ഈ പേരിൽ രൂപീകരിച്ചിട്ട് ഒരു ലൈവ് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പോരെ, പൈസ കിട്ടൂലേ? സൗദിയ ജയിലിൽ കിടക്കണ റഹീമിനെ ഇറക്കാൻ വേണ്ടി 43 കോടി എത്ര ദിവസം കൊണ്ടാണ് പിരിഞ്ഞത്? ഇതത്ര ബഡ്ജറ്റ് ഉണ്ടോയെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് ആളുകളൊക്കെ പൊന്നാനെ പറ്റി വാത്തോരാതെ സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്ന എനിക്ക് പോലും സാമ്പത്തികമായിട്ട് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ കേൾക്കുന്ന ആരെങ്കിലും പറ്റുമോ? അപ്പം സംഘടന അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ സംഘടന പേരുള്ളത് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മുൻകൈ എടുത്ത് വരികയാണെങ്കിൽ വളരെ ഉപകാരമാവും. പുതിയ തലമുറയിലുള്ള കുട്ടികളൊക്കെ പിന്നെ അത് അറിയാതെ പോകും. ഒരുപാട് കാര്യങ്ങളൊക്കെ റംസാനായാൽ പാനൂസ ജാമറോട്ടിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ നല്ല തന്നെ. പക്ഷെ ഈ സംഗതിയൊക്കെ പൊളിഞ്ഞ് പാളിച്ചായി ആകെ ആയിക്കഴിഞ്ഞാൽ എന്താണ് കാര്യം? അപ്പോൾ സങ്കടമായിട്ടാണ് പറയുന്നത്. പലരെ പോലെ ഒരുപാട് ആളുകൾ എന്നോട് എൻ്റെ സ്നേഹിതന്മാരും പറയും, ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്യണമെന്ന്. ഇതാരും ഉദ്ദേശിച്ചതല്ല. ജുമാഅത്ത് പള്ളി കമ്മിറ്റിയെയോ മൗനത്തിൽ ഇസ്ലാം സഭയോ ഒന്നും കുറ്റം പറയല്ല. അവർക്ക് അതിനുള്ള എന്താണെന്നറിയില്ല. എന്നാൽ പിന്നെ ഇങ്ങനത്തെ സംഘടന ഇല്ലേ? UAEയിലുണ്ട്, പല സ്ഥലത്തും ഇല്ലേ? അതുപോലെ തന്നെ നാട്ടിലും അതുപോലെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ട് ഒരു ഇതിൽ ലൈവിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫണ്ട് കിട്ടുമല്ലോ. ഇതിനാരും ചെയ്യാറില്ല. സാമ്പത്തികമായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് സാമ്പത്തികമായിട്ടുള്ളത്. തനിച്ച് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അതിന് പ്രഗത്ഭരായ ആളുകൾ വേണം. അല്ലാതെ സാധാരണക്കാരായ നമ്മളൊന്നും പറഞ്ഞ ആരും കേൾക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കമ്മിറ്റി ദുബായിലുണ്ട്, അതുപോലെ തന്നെ ഗൾഫിലൊക്കെ GCCയിൽ മൊത്തം ഉണ്ടല്ലോ. നാട്ടിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഒരു കൂട്ടായ്മ ഒറ്റ ഇതിൽ വന്നിട്ട് ഈ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ, ഒന്ന് അടിപൊളിയാക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാവും. അപ്പോൾ കുളത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് സഹോദരന്മാർ ഇപ്പോൾ നമുക്ക് നോക്കാം. മത്സ്യം കിട്ടിയിട്ടുണ്ട്.
നമുക്ക് ഒരെണ്ണം 10 കിലോന് 15 കിലോ ഉള്ള മീനെ കിട്ടിയിരുന്നു. ഒരു 4 മീന് വലിയ. അതുപോലെ തന്നെ ഒരുപാട് മീന് നമുക്ക് പലരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുളം നിറയെ ചളിയാണ്. ആ ചളി ഒഴിവാക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടാലാണ് നമുക്ക് ഇതിലെ മീൻ പിടിക്കാനുള്ള ഇതുള്ളൂ. കാരണം വല വലിക്കാൻ പോലും പറ്റില്ല കുളത്തിൽ. ഏകദേശം ഒരു 10-20 പേര് ഇറങ്ങിയിരുന്നു. വല വലിച്ചിട്ട് കിട്ടല്ല, ചളി പിടിച്ചിട്ട് 2 കുളത്തിലിറങ്ങി. രാവിലെ അവിടെ ഒരു കുളത്തിലിറങ്ങി, ആവിക്കുളം, ജമാഅത്ത് പള്ളി കുളം. ഈ കുളത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാനാണ്. അത് സംരക്ഷിക്കുന്ന ആളുകൾ ആരാണ്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ആരാണെങ്കിലും അത് സംരക്ഷിച്ച് അതിന്റെ കേടുപാടുകൾ തീർക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ പല ജന്തുക്കളുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ജന്തുക്കളും പാമ്പുകളെല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പൊത്തും ഇടിഞ്ഞ് ചിലപ്പോൾ കുട്ടികൾ അറിയാതെ ഇറങ്ങിയാൽ ഇടിഞ്ഞ് പോകും, താഴേക്ക് പോകും. ആ രൂപത്തിലാണ് കുളത്തിന്റെ അവസ്ഥ എടുക്കുന്നത്. കുളം സംരക്ഷിക്കണം. പള്ളിന്റെ കുളമാണ്. 3 കുളമുണ്ട് പൊന്നാലി. 3 കുളയെ സംരക്ഷിക്കണം. ഇതിലെ ചളി, ഈ 3 കുളത്തിലെ ചളിയും വൃത്തിയാക്കിയിട്ട് ജനങ്ങൾക്ക് കുളിക്കാനുള്ള ഉപകാരമാക്കണം. അപ്പം പറഞ്ഞത് കേട്ടില്ലേ? ഇത് ജനങ്ങൾക്കും കൂടി ഉപകാരമാണ്, സത്യമാണ്. അതിലുപരി നമ്മളെ വല്യപ്പ ഒപ്പല്ല അവിടെ ഇരുന്ന സ്ഥലമാണ്. പൊന്നാനിക്കാർക്ക് അതിൽ നിന്ന് എൻ്റെ ഉപ്പ അവിടെ ഇരുന്നിട്ടില്ല, എൻ്റെ വല്യപ്പ അവിടെ ഇരുന്നിട്ടില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ആ അതിലെ പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം. അവിടെ അല്ല അവിടെ ഇരുന്നീന്, എൻ്റെ ഉപ്പ അവിടെ അല്ല ഇരുന്നീന്, എൻ്റെ വല്യപ്പ അവിടെ അല്ല ഇരുന്നേ, എൻ്റെ അമ്മാവൻ അവിടെ അല്ല ഇരുന്നീന്. ആ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ ജമാഅത്ത് പള്ളി കമ്മിറ്റി, മൗനത്തിൽ ഇസ്ലാം സഭ അവരൊക്കെ മാറ്റി നിർത്തി പറ്റും. ദുബായിലുള്ള പൊന്നാനിക്കാരെ കൂട്ടായ്മ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു സംഘം എത്ര ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. അവരും സലാലയിലും മൊത്തം GCCയിലുള്ള എല്ലാ സംഘടനകളൊന്നും ഒരുമിച്ചിട്ട് ഒത്ത് പിടിച്ചാൽ ഉറപ്പാണ് സംഗതി നടക്കും. ഇനി മൊത്തത്തിൽ പൊന്നാനിയുള്ള കുളം മൊത്തം അതാത് വാർഡിയുള്ളവർ അങ്ങനെ ഒരു മുന്നോട്ട് വരട്ടെ. അപ്പോൾ പൊന്നാനി ജുമാഅത്ത് പള്ളി കുളം നടമ്പോൾ ഒരു ചരിത്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് ദയവ് ചെയ്തിട്ട് ഒന്ന് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാകും. ഇതിപ്പോൾ ആരെയും നമ്മൾ കുറ്റം പറയല്ല, സങ്കടമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സംഘടനകൾ. അപ്പോൾ ഇത് വലിയൊരു കാര്യമൊന്നും കൂടി മനസ്സിലാക്കാൻ. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ വീഡിയോ തുമ്പിലും ഇരുമ്പിലും എത്തണം എന്ന് പോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് വിടിട്ടാ. ദുബായിലൊക്കെ ഉണ്ട് ആ കൂട്ടായ്മ ഉണ്ടല്ലോ, സംഘടന വളരെ നല്ല നല്ല വ്യക്തിത്വങ്ങളാണ്. അവരൊന്നും ഇത് ശരിക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെന്തായാലും ഇതിന് മുൻകൈ എടുക്കും. അപ്പോൾ അവരടുത്തൊക്കെ വീഡിയോ എത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു വിടുക. പിന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഈ ചാനൽ ഇത്രയും ഉയർന്നത്. യൂട്യൂബിൻ്റെ ഒരു നിയമം വെച്ചിട്ട് ചാനൽ ഇനിയും ഉയരേണ്ടതുണ്ട്. ഉയർന്നോ ഇല്ലേ നമ്മളിപ്പോൾ അതും കാത്തിട്ട് ഇരിക്കുന്നില്ല. പക്ഷേ എനിക്കിഷ്ടമാണ്, ഞാനിങ്ങനെ വീഡിയോ ചെയ്യും. മനസ്സിലായ? അത് ശരിയാവുമെങ്കിലും ഓക്കെ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. 2 വർഷം കഴിഞ്ഞ് ഇതേമാതിരി നിൽക്കുകയാണ്. പലരെ പോലെ ഞാനും പ്രവാസിയായിരുന്നു. 5-6 വർഷമായി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചാനലിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ മാത്രമല്ല, നിങ്ങൾ കാണുന്ന വീഡിയോക്ക് മിനിമം ഒരു ലൈക്കും കമൻറ്റൊക്കെ കൊടുക്കുക. അപ്പോഴാണ് ഈ ചാനലിൽ റീച്ച് ഉണ്ടാവുള്ളൂ. എൻ്റേത് മാത്രമല്ല, ആരുതായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് കാണുമ്പോൾ, എൻ്റേത് മാത്രമല്ല ആരുതായാലും കാണുമ്പോൾ ലൈക്കും കമൻറ്റൊക്കെ കൊടുക്കുക, ബെല്ലൈക്കനൊക്കെ അടിച്ച് പൊട്ടിക്കുക. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. മാസ്സലാം.